ഇന്നിപ്പോഴേക്ക് വിശദമായി തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അമ്മയും ആൺ സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിൽ. കേരളാവിൽ 1.5 വയது ஆண் குழந்தை கொடூரமாக கொலை செய்யப்பட்ட சம்பவம் അതിർത്തിയെ ഏർപ്പെടുത്തിയുള്ളത്. 1.5 വയസ്സുള്ള ഒരു കുട്ടിനെ എങ്ങനെയാണ് ശരിക്കും അങ്ങനെ പറ്റുന്നത് ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു പാരന്റിന് എങ്ങനെയാണ് പറ്റുന്നത് ഒരു സ്വന്തം കുട്ടിനെ ഇത്ര അബ്യൂസീവായിട്ട് ഇടാനായിട്ട്? എപ്പോഴും പവർലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ മേലേക്ക് എനിക്ക് എന്ത് അധികാരവും സ്ഥാപിക്കാം. പിന്നെ ഒരു സ്കേപ്പ് ഗോട്ട് നമ്മൾ പറയാറില്ലേ, ഫാമിലിയിൽ എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഒരാളുടെ അടുത്ത് തീർക്കണം. കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കാം. എവിടെ എത്തി, എന്ത് ചെയ്ത്, അത് ചെയ്തോ, ഇത് ചെയ്തോ, ഇങ്ങനെ ആക്കിയോ. അഭിമാനമാണ് ഏറ്റവും വലുത്. അഭിമാന പ്രശ്നമാണ് ആക്ച്വലി. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓർത്ത് വെക്കുന്ന ചൈൽഡ്ഹുഡിൽ ഉണ്ടായ കാര്യങ്ങളാണ് അവരെ ട്രോമയായിട്ട് അവർ റിമെമ്പർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ബോഡി റിമെമ്പർ ചെയ്യും. എപ്പോഴും കുറ്റങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവർ വിചാരിക്കുന്നത് എൻ്റെ പാരൻസ് തെറ്റാണ് പറയുന്നത് എന്നുള്ളതല്ല, ഞാൻ റോങ് ആണെന്നാണ്. എന്നെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാനത് റെസ്പോൺസിബിളി ഞാനതിനെ ഹാൻഡിൽ ചെയ്യണം എന്നല്ല ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്. രാജ്യം പോയ രാജാവിൻ്റെയും കളിപ്പാട്ടം പോയ കുട്ടിയുടെയും സങ്കടം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ കുട്ടിക്ക് സങ്കടം ആവില്ല എന്നുള്ളതല്ല, കുട്ടിക്കും ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളല്ല ഒന്നും മൂവ് ചെയ്യുന്നത്, പാരൻസാണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. അവരാണ് തീരുമാനം എടുത്തിട്ട് കുട്ടികളെ ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ ഇപ്പോൾ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുന്നത് മുബഷിർ റഹ്മാൻ. ആൾ ഒപ്പത്തിൻ്റെ കോഫൗണ്ടർ ആൻഡ് CEO ആണ്, ആൻഡ് ഓൾസോ ആളൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ഇന്ന് നമ്മുടെ കോൺവെർസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. സോ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. റീസെൻ്റ്ലി നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കേൾക്കുകയുണ്ടായി. അതായത് ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിനെ സ്വന്തം പാരൻസ് അല്ലെങ്കിൽ അവരുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ സ്റ്റെപ്പ് ഫാദർ കൂടിയിട്ട് ഭയങ്കര ക്രൂരമായിട്ട് ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ട് ആ കുട്ടീൻ്റെ മരണത്തിന് വരെ അത് കാരണമായി. ആ കുട്ടിയുടെ ബോഡിയിൽ 91 ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. കുട്ടിയുടെ 2 കൈകൾ ഒടിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ മുന്നേ നമ്മൾ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അങ്ങനെ പറ്റുന്നത് ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു പാരന്റിന് എങ്ങനെയാണ് പറ്റുന്നത് ഒരു സ്വന്തം കുട്ടീനെ ഇത്ര അബ്യൂസീവായിട്ട് ഇടാനായിട്ട്? ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ഡെത്ത് ആയതുകൊണ്ട് മാത്രമാണ് ആൾക്കാരത് ശ്രദ്ധിക്കപ്പെട്ടത്. അതൊരു ഡെത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ ന്യൂസ് ചാനലിലേക്കൊക്കെ തന്നെ പറയുന്നുണ്ട് കുട്ടി കരയുന്നത് കേൾക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് ഭയങ്കര ഒച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാം, അടിക്കുന്നത് കേൾക്കാം എന്നൊക്കെയുള്ള രീതിക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഡെത്തിലേക്ക് എത്തുമ്പോഴാണ് ഭയങ്കര ചർച്ചാ വിഷയമാവുന്നത്. അതുവരെ ആ കുട്ടീനെ ചെയ്യുന്ന കാര്യങ്ങൾ, അടിക്കുന്നതായിക്കോട്ടെ, ബാക്കിയൊക്കെ നോർമലാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഒരു അബ്യൂസ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹിറ്റിങ്ങിലേക്കൊക്കെ പാരൻസ് പോകുന്നത് എന്ന് പറയുന്നതിന് ഒരു സിംഗിൾ ഫാക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് അതൊരു ചൈൽഡ് അബ്യൂസിലേക്ക് പലപ്പോഴും എത്തുന്നത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തേത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പാരൻസിന് അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഒരു വെള്ളം മറിഞ്ഞു, നിലത്തായി, കുട്ടി നിലത്ത് വീണ് കരയുന്നു, ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പാരൻറ്റിനെ ട്രിഗർ ചെയ്യണം എന്നില്ല പലപ്പോഴും. പക്ഷെ ട്രിഗർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ചിലപ്പോൾ പാരൻറ്റ് ഭയങ്കര ടയേർഡായിരിക്കാം, രാത്രി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കാം, ഇല്ലെങ്കിൽ കുറേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൺസേണിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കാം. അപ്പോൾ ഓൾറെഡി അവരുടെ തന്നെ ഡീൽ ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതും ഇതും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അവിടെ കുട്ടീനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ നമ്മളുടെ ഇമോഷൻസ്, അഡൽട്ടിൻ്റെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഫാക്ടറാണ്. ആൻഡ് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, പലപ്പോഴും എന്താണ് ആക്ച്വലി ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഞാൻ ഓൺ ചെയ്യുന്നു, എൻ്റെ ചിലവിൽ നിൽക്കുന്ന ആളാണ്, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ്, സോ എനിക്കെന്തും ആ കുട്ടിയുടെ അടുത്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ ഒരു അതോറിറ്റേറിയൻ തോട്ട് കീപ്പ് ചെയ്യുന്ന പാരൻസുകൾ ഉണ്ടാവാം. പിന്നെ എംപത്തറ്റിക് അല്ലാത്ത, നമ്മളിപ്പോൾ ഒരു പേഴ്സണാലിറ്റിയുടെ നമ്മൾ ട്രെയ്റ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എംപത്തറ്റിക് അല്ലാത്ത ഒരു കുട്ടിയാണ് എൻ്റെ മുമ്പിലുള്ളത്, എന്നെ അടിച്ചാൽ എനിക്ക് എത്ര വേദനിക്കും, അതുപോലെ തന്നെയാണ് ഒരു കുട്ടീനെ അടിച്ചാൽ ആൾക്ക് വേദന അടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാരൻസ് ഉണ്ടാവാം. പിന്നെ ഇൻ്റർ ജനറേഷണൽ ട്രോമകൾ, ആ പാരൻറ്റിനെ ചിലപ്പോൾ ആ പാരൻറ്റിൻ്റെ പാരൻസ് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പണിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്നെ പണിഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ നന്നായത് എന്നുള്ള തോട്ടുകൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ആ കുട്ടീനെയും ഈ പറഞ്ഞ പോലെ അതേ ഒരു ട്രോമയിലൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു സ്കേപ്പ് ഗോട്ട് നമ്മൾ പറയാറില്ലേ, ഫാമിലിയിൽ എന്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഒരാളുടെ അടുത്ത് തീർക്കണം. അപ്പം എല്ലാ ഫ്രസ്ട്രേഷൻസിൻ്റെയും പാത്രമാവുന്ന ചില കുട്ടികളുണ്ടാവും, എപ്പോഴും പേടിച്ച് കഴിയുന്ന ചില കുട്ടികൾ. പിന്നെ ഭയങ്കരമായിട്ടുള്ള റിസെൻമെൻറ്റ്, ഉള്ളിൽ ഭയങ്കര റിസെൻമെൻ്റ് ഉള്ള പാരൻസ്
കുട്ടിയുടെ അടുത്ത് അത് തീർക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് അത് പലപ്പോഴും അബ്യൂസസിലേക്ക് നേടുന്നത്. നമുക്ക് ഒറ്റൊരു ഫാക്ടർ കൊണ്ട് മാത്രം ഇയാളൊരു മോശം ആയതുകൊണ്ടാണ് ഇയാളിങ്ങനെ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ മോശം എന്നതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോഴാണ് ഈ അബ്യൂസുകൾ നടക്കുന്നത്. ഇപ്പോൾ പറയണ്ടായി, അതായത് നമ്മളൊരു മരണത്തിലോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിളാണ് അടിച്ച് വളർത്തുക എന്ന് പറയുന്നത്. കുട്ടികൾ നമ്മൾ കേൾക്കുന്നതാണ്, അവനെ അടിച്ച് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിന്നെ നല്ല അടി തരാത്തതിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്ന് അപ്പോൾ നമ്മളെ, അതായത് ഒരു അഡൾട്ട്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ കുട്ടികളെ തല്ലുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ഒരു കാര്യം എന്ന് പറയുന്നത്? അതെ, അതായത് നമ്മളെപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളുടെ ദേഷ്യവും ഇപ്പം, അതായത് എനിക്കിപ്പോൾ ഭയങ്കര ദേഷ്യമുണ്ട് എൻ്റെ ബോസിൻ്റെ അടുത്ത്. ആ ബോസിനെ ഞാൻ അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ പാപമാണ്. പക്ഷേ ഇതേപോലെയുള്ള ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ എനിക്ക് എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഞാൻ തീർക്കുന്നത്. അപ്പോൾ കുട്ടീനെ അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് എപ്പോഴും പവർലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ മേലേക്ക് എനിക്ക് എന്ത് അധികാരവും സ്ഥാപിക്കാം, അവരെ തിരിച്ച് ചെയ്യാത്ത ആൾക്കാരാണ്. അത് ചൈൽഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അഡൽട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ വൈഫ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നത് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ കുട്ടിയുടെ അടുത്തും ഇതേപോലെയുള്ള സാധനമാണ് പലപ്പോഴും വർക്ക് ഔട്ട് ആവുന്നത്. ആ പവർ ഇംബാലൻസസ് ഉണ്ടല്ലോ, അതായത് എന്നെക്കാളും പവർലെസ് ആണ് ആളെ, തിരിച്ചെന്നെ ഒന്നും ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല എന്ന ഭയങ്കരമായ ഒരു സ്ട്രക്ക് ആയിട്ടുള്ള ഒരു തോട്ട് അവരുടെ അടുത്തുണ്ട്. ഇത് പലപ്പോഴും അബ്യൂസസ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാം അവർക്ക്. ആ പവർ ഇംബാലൻസ് വരുന്നുണ്ട്, പവർ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ഒബീഡിയൻസിൻ്റെ കുറേ ബിലീഫ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സമയത്ത് വർക്ക് ഔട്ട് ആവുന്നത്. എന്തും ചെയ്യാം എന്നുള്ളൊരു തോട്ട്, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പകരം എന്നെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാനത് റെസ്പോൺസിബിളി ഞാൻ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നല്ല ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വയലൻസിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പല കുട്ടികൾക്കും പല രീതിയിലുള്ള വയലൻസുകളുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഫിസിക്കൽ തന്നെ ആവണം എന്നില്ല. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ഒരു കുട്ടിയോട് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ വയലൻ്റ് ആയിട്ട് പോകുന്നത്? അതൊരു ഫിസിക്കലിന് അപ്പുറത്ത് എന്തൊക്കെയാണ് ഈ ഒരു അബ്യൂസ് എന്ന് പറയുന്നത്? ഓക്കെ, അബ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത് മറ്റേ ബെൽറ്റ് എടുത്ത് അടിക്കുക, ഇല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നുള്ളൊരു സംഭവം മാത്രം. അബ്യൂസ് പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തത് ഇമോഷണൽ അബ്യൂസ്. അതായത് കുട്ടീനെ അടിക്കണമെന്നില്ല, പകരം നമ്മൾ ഇമോഷണലി ആ കുട്ടീനെ ഇങ്ങനെ തളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നീ മോശമാണ്, നിന്നൊന്നിനും കൊള്ളില്ല, നീ എന്താ ഇങ്ങനെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, നീ ജനിച്ചതിന് ശേഷമാണ് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്, നീയാണ് ഇതിനെല്ലാത്തിനും റീസൺ, നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഫാദർ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടത്, നിന്നെ കിട്ടിയതിന് ശേഷമാണ് കാര്യങ്ങൾ കൈവിട്ടത്. ഇങ്ങനെയുള്ള ബ്ലെയിമിങ് ഭയങ്കരമായിട്ട് ചെയ്യുക, അവരെ നെയിം കോൾ ചെയ്യുക, ഇതൊക്കെ ഒരു ഇമോഷണൽ അബ്യൂസ് തന്നെയാണ്. അതായത് ശരീരത്തിൽ മുറിവേൽക്കുന്ന പോലെ തന്നെ മനസ്സിനുള്ള മുറിവേൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഇമോഷണൽ അബ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് ആണ്. എന്താണ് ഈ ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കുക. എവിടെ എത്തി, എന്ത് ചെയ്ത്, അത് ചെയ്തോ, ഇത് ചെയ്തോ, ഇങ്ങനെ ആക്കിയോ, ഭയങ്കര കൺട്രോളിംഗ് ആയിട്ട്. അതായത് ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഉണ്ടാവുക, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ കുട്ടിയുടെ ലൈഫിനെല്ലാം ആ ഒരു ഹെലികോപ്റ്റർ വ്യൂവിൽ എല്ലാവരും അവർക്ക് അറിയണം, എല്ലാത്തിലും അവർക്ക് കൺട്രോൾ ചെയ്യണം. ഇതും കുട്ടിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കാനും ഇതൊരു ടൈപ്പ് ഓഫ് അബ്യൂസാണ്. പിന്നെ ഒബ്വിയസ്ലി പറഞ്ഞ പോലെ നമ്മൾ ശരീരത്തിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത്, പിന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത്, കുട്ടികളുടെ പിന്നെ ബോഡി അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ തൊടുക, അല്ലെങ്കിൽ കൺസെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തൊടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അബ്യൂസസിൽ വരാറുണ്ട്. സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ പല കുട്ടികളിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ, ചിലപ്പോൾ അവരുടെ സ്വന്തം പാരൻസ് ചെയ്യുന്ന ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ വേറെ അടുത്തുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരു ആരെങ്കിലും ആയിരിക്കാം, ഒരു അമ്മാവനായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ പാരൻസ് അത് അറിഞ്ഞിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന പലരും എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ എൻ്റെ ഒപ്പം നിന്നാൽ മതി, അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതി, പക്ഷേ അവർ കുട്ടിയെ സൈലൻറ്റ്, ആരോടും പറയേണ്ട, അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കാമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു കുട്ടീനെ ഇമ്പാക്ട് ചെയ്യുന്നത്? ഒബ്വിയസ്ലി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ് ഏറ്റവും വലുത്. അഭിമാന പ്രശ്നമാണ് ആക്ച്വലി. ചിലപ്പോൾ ഫാദർ അബ്യൂസ് ചെയ്തിട്ട് മദർ
മറച്ചു വെക്കുന്ന സീനുകൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മാവന്മാരൊക്കെ ചെയ്തിട്ട് മറച്ചു വെക്കുന്ന, അവിടെ കുട്ടിക്ക് എത്ര ക്ഷതമേറ്റു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരെ ഏറ്റവും ഡിഫൈൻ ചെയ്യുന്നത് സൊസൈറ്റിക്ക് പുറത്ത് കാണുന്ന ഈ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ഏൽക്കുന്ന അഭിമാനമാണ് അവർക്ക് ഏറ്റവും മുറിവേൽപ്പിക്കുന്ന സാധനം. അതുകൊണ്ട് സാരമില്ല, ഈ കുട്ടി പവർലെസ് ആണ്, കുട്ടി കുറച്ച് വലുതാകുമ്പോൾ മറക്കുമായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ സൈലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ റിസർച്ച് പറയാൻ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓർത്ത് വെക്കുന്ന ചൈൽഡ്ഹുഡിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അവരെ ട്രോമയായിട്ട് അവർ റിമെമ്പർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ബോഡി റിമെമ്പർ ചെയ്യും, അങ്ങനെയാണ് പറയപ്പെടുക. അപ്പം അത്രയും അവരെ ഒന്ന് ചിലപ്പോൾ ചെയ്ത ആളുടെ അടുത്ത് ഉള്ള പ്രശ്നത്തിനേക്കാളും അവരേറ്റവും കൂടുതൽ വിഷമിപ്പിക്കുക അവർ അത്രയും പാരൻസ് എന്ന് പറയുമ്പോൾ അത്രയും സേഫ് സ്പേസാണ്, എന്തും പറയാവുന്ന, ഇല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഓടിപ്പോകാൻ പറ്റുന്ന, അങ്ങനെ ആൾ അത്രയും സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ടായിരിക്കും പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് വൾണറബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ അവർക്കൊരു പിന്നീട് അങ്ങോട്ടാണ് അവർ പല രീതിയിലേക്കും ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശ്രമിക്കുന്നത്. ഒന്നെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും ഗൂഗിളിൽ, എനിക്കിങ്ങനെ ഒരു സെക്ഷൽ ഇതുണ്ടായി. അപ്പോൾ സെക്ഷൽ എന്ന് ചിലപ്പോൾ ഒരു ഗൂഗിളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഏതിലോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ഈ പറഞ്ഞ പോലുള്ള സൈറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും ലീഡ് ചെയ്യാം. പിന്നെ പോൺ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് മാറാം. ചില കുട്ടികൾ ഈ പറഞ്ഞ പോലുള്ള കാലാകാലം ഈ ട്രോമയിൽ മാറാം. ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള അവരൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാലും അവർക്ക് റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ എക്സ്പ്ലോറേഷൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടും മാറിപ്പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തിരുത്താമായിരുന്നു ആ പാരൻ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ. ഇതിങ്ങനെയാണ്, ഇത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ല, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സംഭവമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ. അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ പാരൻസ് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ പാരൻസ് ഇതിനെ ചേർത്ത് നിർത്താത്തത് കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരൻസ് ഒരു സേഫ് സ്പേസ് ആയിരിക്കണം കുട്ടികൾക്ക് എന്നുള്ള രീതിയിൽ. പാരൻസിന് എങ്ങനെയാണ് ഒരു കുട്ടികൾക്ക് ഒരു സേഫ് സ്പേസ് ആയി മാറാൻ പറ്റുക? അല്ലെങ്കിൽ പലർക്കും അതിൻ്റെ ഒരു മോഡലില്ല. അതായത് അവർ ജസ്റ്റ് അവരുടെ പണ്ട് എങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്തത്, ചിലപ്പോൾ കുറച്ചുകൂടി അതിനേക്കാളൊന്ന് ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ ആ ഒരു സേഫ് സ്പേസ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു പാരൻറ്റിന് കൊടുക്കാൻ പറ്റുക? നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുമ്പിലുള്ളത് കുട്ടികളാണ്. അവർക്ക് നമ്മൾ തന്നെ ഇപ്പം അഡൾട്ടായിട്ട് എത്ര കാലം നമ്മൾ ആൾക്കാർ പറഞ്ഞ സാധനം തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളോട് കള്ളത്തരം പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡൾട്ടായിട്ടും കള്ളത്തരം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെയും മിസ്റ്റേക്കൻലി നമ്മൾ ചെയ്തു പോകാറുണ്ട്. അപ്പോൾ കുട്ടി പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ കുട്ടി പുതിയൊരു ലോകത്തേക്ക് വരികയാണ്. ചെറിയ കുട്ടി മുതൽ എടുത്ത് നോക്കാം, നമുക്ക് പുതിയൊരു ലോകത്തേക്ക് വരികയാണ്. അപ്പോൾ എവിടെയാണ് ആ കംഫർട്ട് ഉണ്ടാവുന്ന ബയോളജിക്കലി ആണെങ്കിലും അവരുടെ അടുത്താണ് നമ്മൾ കംപ്ലീറ്റ്ലി നിൽക്കുന്നുണ്ടാവുക. അപ്പം അത്രയും സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെൻ്റലി മാത്രമല്ല, ഫിസിക്കലിയും അവരിപ്പോൾ ഹോർമോണലാണെങ്കിലും ഏറ്റവും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഈ പാരൻസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പ്രൈമറി കെയർ ടേക്കേഴ്സിൻ്റെ അടുത്താണ്. ഇവരുടെ അടുത്ത് നിന്നാണ് ഈ കുട്ടി അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് പഠിക്കുന്നത്. ഇപ്പോൾ സൈക്കോളജിയിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് മൃഗങ്ങളിൽ നടത്തുമ്പോഴാണെങ്കിലും മനുഷ്യന്മാരുടെ അടുത്ത് നടത്തുമ്പോഴാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയൊരു സാധനം, ആരെയാണോ കാണുന്നത്, എന്താണോ കാണുന്നത്, അതിലൂടെയാണ് കുട്ടിയുടെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുള്ളത്. അപ്പോൾ കുട്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്ന സമയത്ത്, ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന സമയത്ത് അതിനോട് എങ്ങനെയാണ് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്? ഒന്ന് പോയേ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പണ്ടത്തെ, കിളീനെ പറ്റിയിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, ഓരോന്നും ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അതിനെ ഡിസ്റിഗാർഡ് ചെയ്യുന്നോ അതേപോലെ ആയിരിക്കും നമ്മൾ വയസ്സായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളെ തിരിച്ച് ഡിസ്റിഗാർഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കുട്ടി ഓരോ കാര്യം പറയുമ്പോൾ അതിനെ ജഡ്ജ്മെൻ്റലല്ലാതെ കേൾക്കുക എന്നുള്ളതാണ്. അതങ്ങനെയായോ ഇതിങ്ങനെയായോ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവർ ഭയങ്കര ആവേശം ഉണ്ടാവാനും, കുട്ടികൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പാരൻറ്റിൻ്റെ അടുത്ത് പിന്നീട് ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ജഡ്ജ് ചെയ്യാതെ കേൾക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ അബ്യൂസിൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോഴാണെങ്കിലും, അമ്മേ ഇല്ലെങ്കിൽ അച്ഛൻ എനിക്കിന്ന് ബസ്സിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ, നീ എന്തിനാ ആ ബസ്സിൽ കയറിയെന്നാണ് ചോദിക്കാം. അല്ലാതെ എങ്ങനെയാണ് അത് ഉണ്ടായത്, എവിടെ വെച്ചിട്ട് ഉണ്ടായത്, ഇല്ലെങ്കിൽ എങ്ങനെ അതിനെ ഡീൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ഈ ഒരു രീതിയിലേക്കാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള കുട്ടികളെ കേൾക്കാനും, നല്ലൊരു കേൾവിക്കാരനായിട്ടുള്ള ഒരു പാരൻസ് ആവുക എന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. നന്നായിട്ട് കേൾക്കാൻ പറ്റുക, എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളത്. എത്ര ടൈം നിങ്ങൾ കുട്ടികളുടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ സമയം ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഒരു ദിവസം. ആ 1 മണിക്കൂർ ക്വാളിറ്റി ഉള്ളതാക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റിയോടുകൂടി നമ്മൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച്, ഇല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒന്നിച്ച് കുട്ടികളുടെ അടുത്ത് ഇരുന്ന്
അന്നത്തെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പം എന്നാലും ആ കുട്ടീനെ റീഅഷുറൻസ് കൊടുക്കുക. ഞാനുണ്ട് നിൻ്റെ ഒന്നിച്ചിട്ട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മമ്മ ഉണ്ട് നിൻ്റെ ഒന്നിച്ച്, ഇല്ലെങ്കിൽ പപ്പ ഉണ്ട് നിൻ്റെ ഒന്നിച്ച് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കൗൺസിലിംഗ് സെറ്റപ്പിലാണെങ്കിലും നമ്മളിപ്പോൾ ടീച്ചിങ്ങിലൊക്കെ പോകുമ്പോൾ പാരൻസ് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള കുട്ടികൾ കാണിക്കുന്ന ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുന്ന രീതിയും മറ്റു കുട്ടികൾ റിസോൾവ് ചെയ്യുന്ന രീതിയിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളതൊരു സ്കില്ലാണ്. നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ, ടൈലറിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ നമ്മൾ പഠിച്ചെടുക്കേണ്ട സ്കില്ലാണ് ആക്ച്വലി പാരൻറ്റിങ് എന്ന് പറയുന്നത്. അത് പിന്നെ നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിൽ വരുന്നൊന്നുമല്ല. ഞാൻ പ്രസവിച്ചു അതുകൊണ്ട് നല്ലൊരു പാരൻ്റായി എന്നുള്ള പാരൻറ്റിങ് നമ്മൾ പഠിച്ചെടുക്കുന്ന സാധനമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കോൺഷ്യസ്ലി എഫേർട്ട് ഇടുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് ഒരു സേഫ് സ്പേസ് ആക്കുക. അല്ലാണ്ട് ഞാൻ പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം ഞാനൊരു സേഫ് സ്പേസ് ആയിട്ടുള്ള ഒരാളാവണമെന്നില്ല. എനിക്ക് തോന്നുന്നു പാരൻസ് പൊതുവെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതായത് അവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കുട്ടികളെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു അടികുട്ടി ഇടിച്ചാൽ കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞു വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ആശ്വസിപ്പിച്ചാൽ ശരിയാവും എന്നുള്ളൊരു സാധനം ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ബട്ട് അവരെ മെൻ്റലി, അവരുടെ മാനസികാവസ്ഥനെ അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ അത് പിന്നീട് എങ്ങനെയാണത് ശരിക്കും ബാധിക്കുന്നത് ശരിക്കും ഒരു കുട്ടീനെ? പലപ്പോഴും ആൾക്കാർ പറയുന്ന സെയിം സാധനമാണ്. അതായത് കുട്ടികളല്ലേ, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്ക് എന്ത് ചില കുട്ടികൾ എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ നിനക്കെന്ത് സങ്കടം, നിനക്കെന്താ കുട്ടികളെ കല്യാണം കഴിച്ചു വിടാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്നൊരു കോട്ടാണ്, രാജ്യം പോയ രാജാവിൻ്റെയും കളിപ്പാട്ടം പോയ കുട്ടിയുടെയും സങ്കടം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ കുട്ടിക്ക് സങ്കടം ആവില്ല എന്നുള്ളതല്ല, കുട്ടിക്കും ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അഡൾട്ടിൻ്റെ പോലെ അത്ര ഡെവലപ്പായിട്ടില്ലെങ്കിലും കുട്ടിയും എല്ലാം കാണുന്നുണ്ട്. ടാബുലർ റാസ എന്ന് നമ്മൾ പറയാറില്ല. കുട്ടി ജനിക്കുന്നത് ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ്. പിന്നെ ആ സ്ലേറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നത് ആ കുട്ടിയുടെ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടീനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് അവരെ ഫ്യൂച്ചർ മെൻ്റൽ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ സെൽഫ് വേർത്ത് ഡിഫൈൻ ചെയ്ത് എപ്പോഴും കുറ്റങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അവർ വിചാരിക്കുന്നത് എൻ്റെ പാരൻസ് തെറ്റാണ് പറയുന്നത് എന്നുള്ളതല്ല, ഞാൻ റോങ് ആണെന്നാണ്. ഓക്കെ, സംതിങ് ഈസ് റോങ് വിത്ത് മീ എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അവരെപ്പോഴും സെൽഫായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന, സെൽഫായിട്ട് ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറാം. അതായത് സ്വന്തം ആത്മാഭിമാനവും സ്വന്തം ഇഷ്ടം എന്താണെന്ന് പോലും അറിയാണ്ട് വളരുന്ന കുട്ടികളുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് എപ്പോഴും അച്ഛൻ ഇല്ലെങ്കിൽ മദർ വർക്ക് കഴിഞ്ഞിട്ട് കുട്ടിയുടെ മേലെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു, ഇല്ലെങ്കിൽ കുട്ടീനെ വഴക്ക് പറയുന്നു, അവരെപ്പോഴും അച്ഛൻ വരാനായോ അല്ലെങ്കിൽ അമ്മ വരാനായോ, എപ്പോഴും ഒരു എഡ്ജിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ, ഇപ്പോൾ നമ്മളൊരു ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ കണക്കുകൾ എടുക്കുമ്പോഴാണെങ്കിലും ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ഭയങ്കര കൂടുതലാണ്. കുട്ടികൾക്ക് ഭയങ്കര ഒന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, അവർക്ക് വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള സ്പേസസും ഒരു കലക്റ്റീവായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള സ്പേസസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക്, ട്രോമ പോലെയുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്. അതായത് ചില കുട്ടികളെ നമുക്ക് കാണാം, അവർക്ക് അറ്റാച്ച്മെൻറ്റ് വേണം, പക്ഷെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികൾ നമ്മളെ, അല്ലെങ്കിൽ ചിലപ്പോൾ അഡൽട്സിൽ തന്നെ നമ്മൾ ആ ഒരു പാറ്റേൺ കാണാറുണ്ട്, അവർ നമ്മൾ വിട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഉണ്ടാവാം, അറ്റാച്ച്മെൻറ്റ് വൂണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സംഭവത്തിലേക്ക് ലിങ്ക് ചെയ്യുന്ന സംഭവമാണ് ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡിലാണ് ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടാകുന്നത് ഒബ്വിയസ്ലി ചൈൽഡ്ഹുഡിലാണ്. അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് തറ ശരിയായാലേ വീട് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തറ ബെറ്ററാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ മൊത്തം നമുക്ക് ആ കുട്ടീനെ പല ഏരിയാസ് ഓഫ് ലൈഫിൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പല പാരൻസും ഇപ്പോൾ കുറച്ച് എന്താ പറയുക, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ഓക്കെ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ അവർ തന്നെ പറയും. അതായത് കുട്ടികൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നില്ല, നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ എന്ന് പറയും. പക്ഷെ ആ കുട്ടികളായിരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള അവരുടെ എഫക്റ്റഡായി, ഇപ്പോൾ ഡിപ്രഷനായിട്ടും കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തോ മിസ്സിങ് ആണ്. അപ്പോൾ ശരിക്കും പാരൻസ് മനസ്സിലാക്കേണ്ടത് എന്താണ്, അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും, ഫിസിക്കലി ഉള്ള സൗകര്യങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിനപ്പുറത്ത് എന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് വേണ്ടത് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന്? മറ്റേ ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളെല്ലാം ഒന്നും മൂവ് ചെയ്യുന്നത് പാരൻസാണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. അവരാണ് തീരുമാനം എടുത്തിട്ട് കുട്ടികളെ
ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് സാധനമാണ് പാരൻസ് ചെയ്യേണ്ട. സേഫ്റ്റി ആണെങ്കിലും, ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിലും, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിലും, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിലും ഒരു പ്രായം വരെ, അതൊക്കെ പാരൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. നമ്മൾ പറയല്ലേ ബെയർ മിനിമം പോലെ ചെയ്യേണ്ട സാധനമാണ്. അത് നല്ല കാര്യമാണ്. ഒരു കുട്ടിക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ പാരൻസിനും പറ്റണ്ട, ഇല്ലെങ്കിൽ ചില സമയത്ത് പറ്റാതെ, ഇല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇതിൻ്റെയൊക്കെ പുറമെ അവരുടെ ഫിസിക്കൽ സേഫ്റ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ മെൻ്റൽ സേഫ്റ്റി. ആ മെൻ്റൽ സേഫ്റ്റിക്ക് എന്തൊക്കെ ഈ പാരൻസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ കുട്ടീനെ ഡീൽ ചെയ്യേണ്ടത്, ആ കുട്ടീനെ എങ്ങനെയാണ് ഞാൻ സേഫായിട്ട് വളർത്തി കൊണ്ടുവരേണ്ടത്, ഈ ഒരു വേൾഡിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളോടും ഞാൻ എങ്ങനെയാണ് ആ കുട്ടീനെ അഡാപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് അത് ചെയ്തിരുന്നില്ല ഇത് ചെയ്തിരുന്നില്ല എന്ന്. പക്ഷെ അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേസമയം 50% ഇവിടെ ലാക്കിംഗ് ആണ്. ആ ഗ്യാപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തത്. എനിക്ക് നല്ല വീടുണ്ട്, കുട്ടീൻ്റെ നീഡ്സ് എന്താണ്, വാണ്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ എഫേർട്ട് ഇടുമ്പോൾ അവിടെയും നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇമോഷണലി നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാരൻറ്റ് പകരം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ വേണ്ടത് ഒരു ഹഗ്ഗായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു ഫാദറിനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഒരു പാരൻ്റ് ആയിരിക്കാം. അത് മതിയായിരിക്കും ചിലപ്പോൾ അന്ന് വീക്കെൻഡിൽ അവരെ പുറത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഓരോ ആൾക്കാരുടെയും നീഡ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ നീഡിനനുസരിച്ചിട്ടാണ് എന്താണ് അവർക്ക് വേണ്ടതാണ് കൊടുക്കേണ്ടത്. മനസ്സിലായി? ഐ തിങ്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പാരൻസിന് എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു പുറമെ, അതായത് അവരുടെ നീഡ്സ് അവരൊരു ഇൻഡിവിജ്വലായിട്ട് കാണുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവരൊരു വ്യക്തിയായിട്ട് അവരുടെ നീഡ്സ് എന്താണെന്നുള്ളതിൽ മനസ്സിലാക്കുന്നതിന് പകരം, ഓക്കെ ഞാനിതൊക്കെ ചെയ്തു ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ വേറെ എവിടെ നിന്നോ പഠിച്ച കുറേ സ്ക്രിപ്റ്റുകൾ അവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റ് തന്നെ എടുക്കുകയെന്ന് വെച്ചാൽ, ഒരു ആദ്യത്തെ ഒരു 6 മാസത്തെ ഒരു കുട്ടീനെ പോലെയല്ല ഒരു 1 to 2 വയസ്സ് വരെയുള്ളത്, 2 to 6 വയസ്സ് വരെയുള്ളത്, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് നമുക്ക് സ്റ്റേജസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളുടെ ഓരോ വളർച്ച ഒരു പീരീഡും. അതുപോലെ തന്നെ അപ്പോൾ ആ ഓരോരോ സ്റ്റേജസിലും ഒരു പാരൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിൽക്കേണ്ട രീതികൾ എന്താണെന്ന് ആ ഒരു സ്റ്റേജസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒബ്വിയസ്ലി അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഒരു ചെറിയ കുട്ടി എനിക്ക് തോന്നുന്നു ജനിച്ചത് മുതലല്ല, ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെ വയറിൽ മുതലേ ആ വൂമ്പിൽ കുട്ടിക്ക് കൊടുക്കുന്ന സേഫ്റ്റി മുതലേ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലേ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഓരോ കാര്യവും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വൂമ്പിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സേഫ്റ്റി, ഞാനൊരു ഹാപ്പി മദറാണെങ്കിൽ അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയും, ഞാനൊരു സ്ട്രെസ്ഫുൾ മദറാണെങ്കിൽ അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലും ഡിഫറൻസ് ഉണ്ട്. കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ സേഫ് പ്ലേസ് ഞാനാണ്. ആ കുട്ടി ചിലപ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടാവാം, കുട്ടിക്ക് കരയാൻ മാത്രമേ അറിയുള്ളൂ, കരയുക എന്നുള്ളതാണ് അവരുടെ ലാംഗ്വേജ്. ഈ കരയുന്ന കുട്ടീനെ നമ്മൾ മോശം കുട്ടികളായിട്ടും ഭയങ്കര ഇറിറ്റേറ്റിംഗ് കുട്ടികളായിട്ടും പിന്നെ അതിനെ വഴക്ക് പറയുക, ഇല്ലെങ്കിൽ മോശമായിട്ട് അതിനെ ഡീൽ ചെയ്യുക. കുട്ടി നമ്മളെ ആദ്യം ഇനീഷ്യലി മനസ്സിലാക്കുന്നത് നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചിട്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട്, കുട്ടി കരയുമ്പോൾ കുട്ടീൻ്റെ കരച്ചിലിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പേഷ്യൻസോടുകൂടി, നമ്മൾ ചിലപ്പോൾ ഓവർവെൽംഡ് ആയിട്ടുണ്ടാവും, എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോൺഷ്യസ് എഫേർട്ടാണ്. ഞാനിത് എനിക്ക് ചിലപ്പോൾ നേരെ തിരിച്ച് ആക്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. ആ കരയുമ്പോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നതാണ് എളുപ്പം. പകരം ആ കരയുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതൊക്കെ കോൺഷ്യസ്ലി വരുന്ന എഫേർട്ടുകളാണ്. അപ്പോൾ ആ കോൺഷ്യസ് എഫേർട്ട് ഒരു കോൺഷ്യസ് പാരൻറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ കുറച്ച് 3 months എന്നൊക്കെ പറയുന്നത് കുട്ടികൾ ഒന്നും കൂടി ഈ പുതിയ വേൾഡുമായിട്ട് അടുത്ത് വരുന്ന ടൈമാണ്. അപ്പോൾ കുട്ടിക്ക് ആ വേണ്ട രീതിയിൽ നമ്മൾ കൂടുതൽ ടൈം, എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. ചിലപ്പോൾ ചില റിസർച്ചുകളൊക്കെ പറയാറുണ്ട്, അതായത് നമ്മൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് എന്ന് പറയും, നമുക്ക് എത്ര ടൈം കിട്ടുന്നോ ആ ടൈമൊക്കെ കുട്ടിയും ഡ്രസ്സൊന്നും ഇല്ലാണ്ട്, ഇല്ലെങ്കിൽ പാരൻസും ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ചേർത്ത് നിർത്തുന്നത് അവർക്ക് ആ ഭയങ്കര കണക്ഷൻസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതിനുശേഷമുള്ളത് കുട്ടി വേൾഡിനെ പറ്റി കുറച്ചും കൂടി ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന ടൈമാണ്. ആ സമയത്ത് നമ്മൾ കുട്ടീനെ പുറത്ത് കൊണ്ടുപോകുന്നതായിക്കോട്ടെ, കുട്ടീനെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എക്സ്പോസ് ചെയ്യുന്നതായിക്കോട്ടെ, കുട്ടീൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിക്കോട്ടെ, അതായത് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ കുട്ടീനെ
കുളിപ്പിക്കുമ്പോൾ ഒക്കെ പാട്ട് പാടിക്കൊടുക്കുക, അവരോട് വെറുതെ അവർക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും, പക്ഷെ അവർക്ക് നമ്മളുടെ ഇമോഷൻസ് ഒപ്പിയെടുക്കാൻ പറ്റും. എൻ്റെ പാരൻ്റ് ഈ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പാട്ട് പാടി കൊടുക്കുന്നതും സംസാരിക്കുന്നതും രാത്രി കിടക്കാൻ നേരം സംസാരിക്കുന്നതൊക്കെ ഭയങ്കര അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ആവാനും അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡ് കാര്യങ്ങൾ അവരുടെ മെൻ്റൽ ഹെൽത്തിനും ബ്രെയിനൊക്കെ ഗ്രോത്തിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ കുട്ടീനെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടീനോട് നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, കുട്ടീനോട് മാത്രമല്ല നമ്മളെപ്പോഴും പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആൾക്കാരോടും മോശമായിട്ടായിരിക്കും ഞാൻ പെരുമാറുന്നുണ്ടാവുക, കുട്ടീനോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുക. കുട്ടി സ്നേഹം എന്താണെന്ന് പഠിക്കുന്നത് കുട്ടീനോട് സ്നേഹം കാണിക്കും മാത്രമല്ല, സ്നേഹം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരോട് കാണിക്കുന്നതും കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അറ്റാച്ച്മെൻറ്റുകളും ഓരോ റിലേഷൻഷിപ്പൊക്കെ കുട്ടി പഠിക്കുന്നത് ദിസ് ഇസ് മൈ ഫാദർ, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണെന്നൊക്കെ ഉള്ളത് ഡെവലപ്പ് ആവുന്നത് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും ഓരോ മൈൽ സ്റ്റോണുകൾ അച്ചീവ് ആവുന്നുണ്ട് കുട്ടികൾ. ആ മൈൽ സ്റ്റോണുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺഷ്യസ് എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചുറ്റുപാട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ചില പാരൻസ് പറയുന്നൊരു കംപ്ലൈൻ്റ് ആയിരിക്കും, ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കാൻ റെഡിയാണ്, പക്ഷേ ആ കുട്ടി ഭയങ്കരമായിട്ട് നമ്മൾ പറയാം പൊട്ടിത്തെറിച്ച കുട്ടികൾ എന്ന് പറയുന്ന പോലെ ഭയങ്കര കുരുത്തക്കേടുകളും അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഹൈപ്പറായിട്ട് അങ്ങനെ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരിക്കലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ അടിച്ചു പോവുക അല്ലെങ്കിൽ അവരെ ഡിസിപ്ലിൻഡ് ആക്കുക എന്നുള്ള രീതിയിൽ അവർ നിൽക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ പലർക്കും ഒരു ക്ഷമയ്ക്കൊരു പരിധി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അതിന് ക്ഷമനെ പരീക്ഷിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഹൗ ടു ഡീൽ വിത്ത് സച്ച് കിഡ്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികളെ എങ്ങനെ, അതിൻ്റെ ഒരു നാക്ക് എന്താ? ആക്ച്വലി ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികളെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ പറഞ്ഞ പോലെ അത് ഇപ്പോൾ മൊയ്തീൻ യൂസ് ചെയ്ത ടേമാണ് ഹൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടീനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. അവരുടെ ബ്രെയിന് വർക്ക് ചെയ്യുന്ന രീതിയും അവർ വേൾഡിനെ കാണുന്ന രീതിയും അവർ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ക്യൂരിയോസിറ്റി എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള പാരൻസ് ഫസ്റ്റത്തെ കുട്ടി ചിലപ്പോൾ അതേപോലെ ആയിരിക്കും, അതേ പാരൻറ്റിങ് സ്ട്രക്ചർ ആയിരിക്കും ഇവർക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. വർക്ക് ആവില്ല. ഒബ്വിയസ്ലി നമ്മളുടെ ക്ഷമ നല്ലോണം പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ന്യൂറോ ഡൈവേഴ്സൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേൾഡിനെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്ന ഒരു കുട്ടീനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പോൾ ചില കുട്ടികൾക്ക് ഓർഡർലി പറയുന്നത് അവർക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ മോനെ അവിടെ പോയി ഗ്ലാസ് എടുത്തിട്ട് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് അതൊന്ന് അവിടെ കൊണ്ടുകൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണേന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂല. ചിലപ്പോൾ നേരെ ഇവിടെ പോയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓർഡർ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവും. അവരുടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യേണ്ടത്? ചില കുട്ടികൾക്ക് ചില കളികൾ ഇഷ്ടമാവില്ല. ചില കുട്ടികൾക്ക് പൂഴിയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും. ചില കുട്ടികൾക്ക് പൂഴി കൈക്കൊക്കെ ആവുന്നത്, അവരുടെ ടെക്സ്ചേഴ്സ് കൈക്കാവുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാവും. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർ കളിക്കുന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. ചില കുട്ടികൾക്ക് ഗ്രൂപ്പായി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികളുടെയും ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ പഠിക്കണം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. കാരണം നമ്മളെവിടെയും അതിനുള്ള പ്ലേ ബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ രീതി എങ്ങനെയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടിസം പോലെയുള്ള അല്ലെങ്കിൽ ADHD പോലെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുകയും ഒരു തെറപ്പിസ്റ്റ് പറയുന്ന കുട്ടിക്ക് ഇന്ന റെമഡിയൽ കാര്യങ്ങൾ ഈ പാരൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഈ അടിക്കുക എന്നത് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പണിഷ്മെൻറ്റ് അടി മാത്രമല്ല, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കളിക്കാൻ പോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ആ ആളുടെ അന്നത്തെ റുട്ടീനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടും നമുക്ക് കുട്ടീനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാം. അപ്പോൾ ഒരു പണിഷ്മെൻറ്റിന് ഡിഫറെൻറ്റ് രീതികളുണ്ട്, ഓരോ കുട്ടിക്കും അതനുസരിച്ച് മാറി വരും. അപ്പോൾ അടിക്കുക എന്നത് മാത്രം പണിഷ്മെൻ്റ് ആയിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അത് പകരമായിട്ട് നമ്മളിപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ് ചെയ്യാം കുട്ടീനെ. നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോക്കൺ സിസ്റ്റം വെക്കും. അതായത് ഒരു ദിവസത്തേക്ക് 5 ടോക്കൺ അത് ആ കുട്ടീൻ്റെ കയ്യിൽ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും എപ്പോഴാണോ TV കാണാൻ തോന്നുന്നത് അപ്പോൾ ആ ടോക്കൺ കൊണ്ട് വന്നാൽ മതി. അപ്പോൾ ആ 5 ടോക്കൺ ഒരു ടോക്കൺ ലെസ്സായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ രീതിയിലേക്ക് നമ്മൾ ക്രിയേറ്റീവ് പാരൻറ്റിങ് ഒക്കെ
പഠിച്ചേ പറ്റുള്ളൂ. ഇതൊരു ആർട്ടാണ് ശരിക്കും പാരന്റിങ് എന്ന് പറയുന്നത്. പണിഷ്മെന്റ് എന്ന് മാറിയിട്ട് ഒരു റിവാർഡിംഗ് എന്നുള്ള രീതിയിലോട്ട് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പല രീതിയിൽ നമ്മൾ ചെയ്യാം നമുക്കത്. അപ്പൊ അതിനുള്ള സമയവും അതിനുള്ള ക്ഷമയും നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഡിഫിക്കൽട്ട് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ എവിടെയോ ചിൽഡ്രൻ നമ്മളത് നോർമൽ ലേമാൻ യൂസ് ചെയ്യുന്നതാണ്. ഡിഫിക്കൾട്ട് അല്ല, എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്. ഓക്കെ, ഞാൻ മുൻപ് എവിടെയോ വായിച്ചതാണ്. അതായത് വളരെയധികം കുസൃതി അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരധികം ഞാൻ പറഞ്ഞല്ലോ പൊട്ടിത്തെറിച്ച കുരുത്തക്കേട് കാണിക്കുന്ന പറയുന്ന കുട്ടികളുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ വായിച്ചു, അതിന് ശരിയാണെന്ന് അറിയില്ല, അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഭയങ്കര വികൃതി കാണിക്കുന്നത് അവരുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അതായത് അവർക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കിട്ടാതാവുമ്പോൾ അവരിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടും അങ്ങനെയെങ്കിലും അവർക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് അത് സത്യമാണോ ശരിക്കും? അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടീച്ചേഴ്സിൻ്റെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള സംഭവമാണ്, ക്ലാസ്സിൽ ഏറ്റവും വികൃതിയുള്ള കുട്ടികളെ പിടിച്ച് ലീഡറാക്കുക എന്ന് പറയുന്നത്. പിറ്റേ ദിവസം മുതൽ ആൾ ഭയങ്കര നല്ല ലീഡറായിരിക്കും, എല്ലാം നോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതായത് ചില കുട്ടികൾക്ക്, എല്ലാ കുട്ടികളല്ല, പക്ഷെ ചില കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അറ്റൻഷൻ കിട്ടാത്ത കുട്ടികൾ, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഷൻ, ടീച്ചറിൻ്റെ അറ്റൻഷൻ വേണം, ഇല്ലെങ്കിൽ അതോറിറ്റിയുടെ അറ്റൻഷൻ വേണം എന്നുള്ള കുട്ടികൾ അവർ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ കൊടുക്കണം. അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന കുട്ടികൾ അറ്റൻഷൻ കിട്ടാത്ത കുട്ടികളാണ്. അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എങ്ങനെയാണ് അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്നത് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. അവൻ ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടിനെയും നമ്മൾ അഫർമേറ്റീവായിട്ട് നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ പിന്നെ ഒരു അറ്റൻഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെ കൊടുത്താലാണ് അതിനെ ബെറ്റർ ആക്കുക എന്നുള്ള സാധനം. ഇപ്പോൾ ചില കുട്ടികൾ ക്ലാസ്സിൽ ചില ടീച്ചറിൻ്റെ പീരീഡ് മാത്രം ഭയങ്കര സൈലൻ്റായിട്ട് സാഡായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു അറ്റൻഷൻ ചിലപ്പോൾ ടീച്ചർ കൊടുത്തിട്ട് എന്തായി മോനെ, എന്തായി മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു സമാധാനമോ എന്നെ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചു എന്നുള്ള രീതിക്ക്. അപ്പോൾ പല രീതിയിലും കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ഇമോഷൻസ്. ഇപ്പോൾ എനിക്ക് സങ്കടമായാൽ ഞാൻ പറയും എനിക്ക് മനസ്സ് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളത് എനിക്ക് പറയാം. എനിക്കൊരു ലാംഗ്വേജ് ഉണ്ട്, എൻ്റെ ഇമോഷണൽ വൊക്കാബുലറി എനിക്കുണ്ട്. കുട്ടികൾക്ക് ഇമോഷണൽ വൊക്കാബുലറി ഇല്ല. അപ്പോൾ അവരവരുടെ ഇമോഷൻസും ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും കാണിക്കുന്നത് ഒന്ന് കളികളിലൂടെ അവർ കാണിക്കാം, ഇല്ലെങ്കിൽ ഇത്തരം ബിഹേവിയേഴ്സിലൂടെ അവർ കാണിക്കുക. അപ്പോൾ അവരുടെ ബിഹേവിയേഴ്സ് നോട്ടീസ് ചെയ്യുക, പാറ്റേണുകൾ നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പാരൻസും ടീച്ചേഴ്സും ചെയ്യേണ്ട കാര്യങ്ങൾ. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എന്ത് ഇമോഷൻസ് ആണ് അവർ ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനടിയിലുള്ള അവരുടെ ഇമോഷണൽ നീഡ്സും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുട്ടികളായിട്ടുള്ള ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ പാരൻസ് പറയും ലൈക്ക് അവരോട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. ഐ മീൻ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് എൻ്റെ മക്കളെ, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ പറയാം. അത് എങ്ങനെയാണ് ശരിക്കും വേണ്ടത്? ഒരു ഫ്രണ്ട്സായിട്ട് ഇരിക്കാൻ പറ്റുമോ പാരൻസിന് കുട്ടികളോട്? ആക്ച്വലി ഞാനും ഒരു പാരൻ്റ് ആവുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം അതാണ്, ഞാൻ എൻ്റെ കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് കഴിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത് ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്നുള്ളത് ഒരു പാരൻറ്റിനോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി കീപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. എൻ്റെ ഭയങ്കര സെൽഫിഷ്നെസ്സാണ് എൻ്റെ കുട്ടി എല്ലാം വന്നിട്ട് എൻ്റെ അടുത്ത് പറയണമെന്നുള്ളത്. ചിലപ്പോൾ ആ കുട്ടി അത് ഓക്കെ ആയിരിക്കില്ല എൻ്റെ അടുത്ത് വന്ന് പറയാം. എൻ്റെ കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള ഒരു പിയർ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പിയർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണ്. കുട്ടീനെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, അമ്മക്കും അച്ഛനും അപ്പുറത്തേക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അപ്പം ഞാൻ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്നില്ല. നല്ല ബെസ്റ്റ് ഫ്രണ്ട് നീ കണ്ടെത്തിക്കോ, നിനക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നിനക്ക് ഈ പറഞ്ഞ എൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനും അതിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഒരു സെൽഫിഷ് നീഡ് ആവരുത്. എൻ്റെ കുട്ടി എൻ്റെ അടുത്തേ വരാൻ പാടുള്ളൂ, എന്നെ ആയിരിക്കണം ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണേണ്ടത്, വേറെ ആരും സ്നേഹിക്കാൻ പാടില്ല. ആ ഒരു പൊസസീവ്നെസ് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു പൊസസീവ്നെസ് കുട്ടിയായിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പാരൻറ്റിങ് തിയറി എന്ന് പറയുന്നത്. നമ്മൾ പോട്ടെ, ഞാനല്ലാത്ത നല്ല നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയായിരുന്നു നല്ലത്. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ സെൽഫിഷ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് നമ്മൾ പൊതുവേ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പാരൻസ് എന്ന് പറയുന്നത് അവരെ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു മോഡലാണ് നമ്മളെപ്പോഴും കേൾക്കുക. പക്ഷേ പലപ്പോഴും നോക്കുന്ന സമയത്ത് അതൊരു സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യം പല സമയങ്ങളിൽ. അതായത് വയസ്സാകുമ്പോൾ അവരെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അപ്പോൾ അത് അവരുടെ ലെഗസി കൈമാറാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു രീതിയിലോട്ട് പലരും സെൽഫിഷ് അല്ലേ പാരൻസ് കൂടുതൽ? ആക്ച്വലി ഞാനെപ്പോഴും പറയുന്നൊരു സാധനമാണ്,
അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ചിലപ്പോൾ ഇതൊരു കോൺട്രവേഴ്സി സാധനം ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു സാധനം ഉണ്ടോ? ആരാണ് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നത് എന്നുള്ളത്? ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ നോക്കിയ പോലെ എൻ്റെ കുട്ടി എന്നെ നോക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്. നീ എനിക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യുള്ളൂ. ആൻഡ് കണ്ടീഷൻ വെക്കുന്ന ഒരിക്കലും മോശം അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അൺകണ്ടീഷണലായിട്ട് നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. ഒരു പോയിന്റിൽ ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കും, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ആ കുട്ടീനെ വളർത്തിയത്, അപ്പോൾ കുട്ടി എന്നെ തിരിച്ച് കെയർ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ട് വരണം. അതിന് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ സങ്കടമാവും. അതൊരു മാനുഷികമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ പാരൻസും അൺകണ്ടീഷണലായിട്ടാണ് കുട്ടികളെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവറി അഡൾട്ട് ലവ് ഇസ് കണ്ടീഷണൽ. പക്ഷേ കുട്ടികളത് ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ പിന്നെയും പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഉണ്ടാവുന്നൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അവരുടെ പാരൻസിന് അവരുടെ മേത്തുണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻസ്. ചിലപ്പോൾ അതൊരു കരിയർ ചോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരാരെ തിരഞ്ഞെടുക്കുന്നു ലൈഫ് പാർട്ട്ണറായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ്, ഈ പറയുന്ന കണ്ടീഷൻസ് അതൊരു ഭാരമാവില്ലേ കുട്ടികൾക്ക്? ഒബ്വിയസ്ലി ചിലപ്പോൾ കുട്ടി വളർന്നു വരുമ്പോൾ പാരൻസിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ടായിരിക്കില്ല കുട്ടിയുടെ മൈൻഡും കുട്ടിയുടെ പറഞ്ഞ പോലെ തോട്ട് പ്രോസസ്സുകളൊക്കെ ഡെവലപ്പ് ആവുന്നത്. ചിലപ്പോൾ നല്ല പ്രൊഫഷണൽ കരിയറിലൂടെ കുട്ടീനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള പാരൻസ് ചിലപ്പോൾ കുട്ടിയെ നാടകമോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഒബ്വിയസ്ലി പാരൻസിന് അവിടെ സങ്കടം ഉണ്ടാവും, എങ്കിലും ആ സങ്കടം നമ്മൾ ആ കുട്ടിയുടെ മേലത്ത് കാണിക്കണം എന്നില്ല. ഇല്ലെങ്കിൽ ആ ഒരു ഓട്ടോണോമി കുട്ടിക്ക് കുട്ടിയുടെ പ്രായമാവുമ്പോൾ അത് ഏത് കരിയറാണോ ചൂസ് ചെയ്യാനുള്ള, എത്തരം റിലേഷൻഷിപ്പുകളാണോ ചൂസ് ചെയ്യാനുള്ള, ഇത് ആ ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. എൻ്റെ കുട്ടി എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് കുട്ടിയുടെ ഓട്ടോണോമി ആണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ആളുടെ രീതിക്കുള്ള ചോയ്സ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി പാരൻസിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനോട് ഞാൻ കോപ്പപ്പ് ചെയ്യാൻ പഠിക്കണം, അല്ലാണ്ട് കുട്ടീനെ ഞാൻ ഇങ്ങോട്ടേക്ക് വലിക്കുകയല്ല വേണ്ടത്. ഐ ഹാവ് ടു റെഗുലേറ്റ് ദാറ്റ്, ആ ഒരു ഇമോഷൻസ്. അല്ലെങ്കിൽ അത് ഞാൻ കോപ്പപ്പ് ചെയ്യാൻ, അത് മാനേജ് ചെയ്യാൻ ഞാനാണ് പഠിക്കേണ്ടത്, കുട്ടീനെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം. കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഇൻ കേസ് അത് റോങ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ചൂസ് ചെയ്തത് റോങ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വരാനുള്ള ഓപ്പർച്യൂണിറ്റിയും തിരിച്ചു വരാനുള്ള സ്പേസും ആ പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഐ തിങ്ക് അത് നേരത്തെ മാം പറഞ്ഞ ആ ഒരു ഖലീൽ ബ്രാൻഡ് അതിലൂടെ തന്നെ പോകുന്നു തോന്നുന്നു. ലൈക്ക് പാരൻസ് എല്ലാം ഓ ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഒന്നും തിരിച്ച് ഓ ചെയ്യുന്നില്ല പോലെ. അപ്പോൾ ഞാൻ പറയുകയാണ്, അതായത് എപ്പോഴാണ് ഒരാൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പുതിയതായിട്ട് അവർ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നുണ്ട്, എപ്പോഴാണ് അവർക്ക് അതായത് ഞാൻ റെഡിയാണ് എന്നുള്ളൊരു പോയിന്റ് എന്താണ് ശരിക്കും? അതായത് ഐ എം റെഡി ടു ബി എ പാരന്റ്, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? അങ്ങനെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കേണ്ട സാധനം എന്താണ് മൈൻഡിൽ? എൻ്റെ മാരേജ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ സൊസൈറ്റി ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ടല്ലോ, ഇത്ര വയസ്സിൽ കല്യാണം, ഇത് കല്യാണം കഴിഞ്ഞാൽ ഇത്ര വയസ്സിൽ കുട്ടി എന്നുള്ളത്. ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യാനല്ലാതെ, ഇല്ലെങ്കിൽ പലപ്പോഴും ആൾക്കാർ പറഞ്ഞ മാരേജിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാക്കുക, ജനറേഷൻസ് കൈമാറുക എന്നുള്ളൊരു സാധനം. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്നെയോ എൻ്റെ പാർട്ട്ണറിൻ്റെയോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. വൺസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ഓക്കെ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി കളർഫുള്ളാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണ്, ഇല്ലെങ്കിൽ ലെറ്റ്സ് എന്താ പറയുക മുമ്പോട്ടേക്ക് നമുക്ക് പോകുമ്പോൾ ഒരാളും കൂടി കൂട്ടിന് വേണം എന്ന് നമുക്ക് തോന്നുകയാണ്. ഇങ്ങനെയുള്ള സമയത്തല്ലാതെ ഈ പറഞ്ഞ പോലെ ടൈമായി 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇനിയിപ്പോൾ കുട്ടീൻ്റെ സമയമായി, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്നൊരാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ഗ്രാൻഡ് പാരൻറ്റ് വയസ്സായി അതുകൊണ്ട് ഒരു കുഞ്ഞിക്കാലം കൂടി കണ്ടെത്തി. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ നീഡ്സും ആൾക്കാരുടെ പേർപ്പസും മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് രണ്ടാൾക്കും അത് റെഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആ ഒരു പൊസിഷനിലാണെന്ന് തോന്നുന്നുണ്ടോ? ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അങ്ങനെ ഒരാളെ വെൽക്കം ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ കരിയർ ടൈമിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എൻ്റെ കരിയറിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ
മൊത്തം ഇതാവും. കാരണം ഇതൊക്കെ നമ്മൾ റെഡി ആവണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കുട്ടി വരുന്നതോടെ ഈ നമ്മൾ വെച്ച എല്ലാ സ്ട്രക്ചറും ചിലപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് വരാം. ആ സമയത്ത് എൻ്റെ റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഇടയിൽ അത് പ്രശ്നങ്ങൾ വരാൻ പാടില്ല. പിന്നെ ഒബ്വിയസ്ലി വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഒരു പുതിയൊരാൾ വരികയാണ്, മൊത്തം ചേഞ്ചസ് കൊണ്ടായിരിക്കും ആ കുട്ടി വരുന്നുണ്ടാവുക. നമ്മളുടെ ഉറക്കിനെ, നമ്മളുടെ ഭക്ഷണത്തിനെ, എല്ലാത്തിനും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിനോടൊക്കെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണോ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 100% പ്രിപ്പയർഡ്നെസ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം തിയറിറ്റിക്കലിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രാക്ടിക്കലി കുട്ടി വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ചേഞ്ചസ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ അതിലേ വെക്കുക. ഓക്കെ, ഇതാണ് എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ ഓക്കെയാണോ, ഇന്ന കാര്യങ്ങൾ ഇതാണോ, നമ്മൾ റോൾസ് ഷെയർ ചെയ്യാൻ റെഡിയാണോ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ റെഡിയാണോ, എങ്ങനെയായിരിക്കും നമ്മളതിനെ ഡീൽ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ശേഷമാണ് നമ്മളൊരു കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ആവുക എന്നുള്ളത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഫീൽ ആവാണ് ഇല്ല ഇതെനിക്ക് വർക്ക് ആവില്ല, കുട്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നിങ്ങളുടെ ഒരു ഡിസിഷൻ അങ്ങനെയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടീനെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫൈനലോട്ട് വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് ഇപ്പോൾ ന്യൂ പാരൻസിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പറയുന്നുണ്ടാവുക? ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ച സാധനം തന്നെ സൂചിപ്പിക്കുകയാണ്. റെഗുലേറ്റ് യുവർ സെൽഫ്. നല്ലൊരു പാരൻ്റ് ആവാന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ സ്വയം റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ്. എൻ്റെ ഇൻറ്റേർണൽ ഫ്രസ്ട്രേഷൻസ്, എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഇഷ്യൂവിൻ്റെ വിക്റ്റിമായിട്ട് ഒരു കുട്ടിയെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ ഡെവലപ്മെൻ്റലി കുറേ പ്രശ്നങ്ങൾ കാണിക്കും. അതായത് കുട്ടികൾ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ നോ ആയിരിക്കും, അത് വേണ്ട ഇത് വേണ്ട എന്നുള്ളത്. ടീനേജേഴ്സ് അവരുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ആവുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഒപ്പീനിയൻസിനോടും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് കാണും. അപ്പോൾ ഡെവലപ്മെൻ്റലി തന്നെ കുട്ടികൾ കുറേ കാര്യങ്ങൾ കാണിക്കും. അതൊരിക്കലും നമ്മൾ പ്രോബ്ലം ആയിട്ട് എടുക്കാൻ പാടില്ല. അത് അവരുടെ വളർച്ചയുടെ ഘട്ടമാണ്. കുട്ടി നോ പറയാൻ പഠിക്കുന്നതും ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ദറ്റ്സ് നോർമൽ. അങ്ങനെയുള്ള ഡെവലപ്മെൻ്റൽ സംഭവങ്ങളെ നമ്മൾ നോർമലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാരൻറ്റിങ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടല്ല, കോഴ്സ് എഴുതി പാസ്സായി പരീക്ഷ എഴുതി റാങ്ക് എടുത്തിട്ടൊന്നല്ല നമ്മൾ പാരൻസ് ആവുന്നത്. നമ്മളെടുത്ത് ഭയങ്കര മിസ്റ്റേക്കുകൾ ചിലപ്പോൾ വന്നെന്നിരിക്കാം. ദാറ്റ് ഡസൻറ്റ് മേക്ക് മീ ഒരു ബാഡ് പാരൻറ്റ്. ആ മിസ്റ്റേക്കുകളെ നമ്മൾ മനസ്സിലാക്കി തിരുത്തി കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് അതെൻ്റെ പാരൻറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ മൊയ്തീൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും വരും. അപ്പോൾ നമ്മളുടെ കൺട്രോൾ ചിലപ്പോൾ പോയെന്നിരിക്കാം. ദാറ്റ് ഡസൻറ്റ് മേക്ക് മീ എ ബാഡ് മദർ. എന്നത് നല്ല രീതിയിലേക്ക് ഓക്കെ അതെങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ലാസ്റ്റ് ടൈം ഞാൻ അടിച്ചു പോയി, നെക്സ്റ്റ് ടൈം ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കറക്ഷൻ മെത്തേഡ് ഞാൻ സ്വയം അൺലേൺ ചെയ്യുമ്പോഴാണ് ഞാൻ നല്ലൊരു പാരൻ്റായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അടിച്ചത് കൊണ്ട് മാത്രം നന്നാവും, ഇല്ലെങ്കിൽ വഴക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം, കെട്ടിയിട്ടുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിൽ പോയാൽ മാത്രമേ ഡിസിപ്ലിൻ ആയിട്ട് കിട്ടൂ. ഇങ്ങനെയുള്ള കുറേ പാറ്റേൺ ആയിട്ടുള്ള ജനറേഷനായിട്ട് കൈമാറി വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മളും ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് എൻ്റെ കുട്ടിക്ക് വർക്കാവുന്നത്, എന്താണ് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വർക്കാവുന്നത്, ആ വർക്കാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ പറഞ്ഞ പോലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒപ്പീനിയന് കാര്യങ്ങൾ നോക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇൻ്റർനെറ്റിൽ കാണുന്ന ഒരു കുട്ടി ചിലപ്പോൾ ആ കാര്യം ഫോളോ ചെയ്യുന്നവരായിരിക്കും. എൻ്റെ കുട്ടി അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താണ് വർക്കാവുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് വർക്കാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ, ഫാമിലി വ്ളോഗ്സിലൊക്കെ കാണുന്ന പോലെ അത്ര ഈസി. ചില വ്ളോഗ്സിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെ കുട്ടി എന്ത് രസം, എല്ലാത്തിലും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അവർ ആ ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നവരേ ഉള്ളൂ, അതിൻ്റെ ബാക്ക് എൻഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളെ കുട്ടികളായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പോയിന്റ് വരെ. പിന്നെ അവരും നമ്മളെപ്പോലെ തന്നെ ഇമോഷൻസും വികാരം എല്ലാം ഉള്ള ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് കുറച്ചും കൂടി പറയാനുള്ളത്.